ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സർക്കാരിനും ഓർത്തഡോക്സ് സഭയ്ക്കും ഹൈക്കോടതിയുടെ വിമർശനം. പോലീസിനെ സ്വതന്ത്രമായി വിടൂ എന്ന സർക്കാരിനോട് ഹൈക്കോടതി. സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പോലീസ് വെറുതെ ഇരിക്കുമോ എന്നും സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. പോലീസ് നടപടിക്കുള്ള സ്ഥലത്ത് സാന്നിധ്യം എന്തിനെന്ന് ഓർത്തഡോക്സ് സഭയോട് ഹൈക്കോടതി ചോദിച്ചു. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് തടയുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തർക്കത്തിലുള്ള പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണമെന്നാണ് സുപ്രീം കോടതി വിധി. ഇത് നടപ്പാക്കാത്തത് ചോദ്യം ചെയ്ത് ഓർത്തഡോക്സ് സഭാ വൈദികൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ചോദ്യവും വിമർശനങ്ങളും. സുപ്രീം കോടതി വിധി നടപ്പാക്കാനാണ് പോലീസ് ക്യാമ്പ് ചെയ്യുന്നത്. ഈ സ്ഥലത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സാന്നിധ്യം എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. രണ്ട് വിഭാഗങ്ങളുടെയും സാന്നിധ്യമുണ്ടാകുമ്പോഴാണ് തർക്ക സാധ്യതയെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് ബുദ്ധിമുട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. പോലീസിനെ എന്തിനാണ് സ്ഥലത്ത് നിന്ന് പിൻവലിക്കുന്നത്? എത്ര മണിക്കൂറാണ് പള്ളി പരിസരത്ത് പോലീസ് വെറുതെ സമയം ചെലവിടുന്നത്? സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പോലീസ് വെറുതെ ഇരിക്കുമോ എന്നുമായിരുന്നു സർക്കാരിനോടുള്ള ഹൈക്കോടതിയുടെ ചോദ്യം. പോലീസ് പോകുമ്പോൾ പ്രതിഷേധക്കാർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങും. പോലീസ് എത്തുമ്പോൾ പ്രതിഷേധക്കാരും തിരികെ എത്തും. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് തടയുന്ന യാക്കോബായ സഭാ വിഭാഗാംഗങ്ങളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കണം. ഇക്കാര്യം അധിക സത്യവാങ്മൂലമായി നൽകണം എന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സർക്കാർ പോലീസിനെ സ്വതന്ത്രമായി വിടണം. സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുകയാണ് വേണ്ടത്. സ്വീകരിക്കാനാവാത്ത വിശദീകരണമാണ് സർക്കാർ നൽകിയത് എന്നുമായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിമർശനം. ഒരു സഭയുടെയും പക്ഷം പിടിക്കുന്നില്ലെന്നും സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുമായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. യാക്കോബായ സഭാ വിശ്വാസികളുടെ പ്രതിഷേധമാണ് വിധി നടപ്പാക്കാനുള്ള പ്രതിസന്ധിക്ക് കാരണമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.